എന്ത് മുഖം മറക്കുന്ന എന്താ? മുഖം മറക്കുന്നതിന്റെ കാര്യം എന്താ? അതിലെന്താ തെറ്റുണ്ടായിക്കോട്ടെ. എന്റെ വീട്ടിൽ വന്ന് മുറ്റത്ത് വന്ന് കയറി നിൽക്കുന്ന 2-3 പേര് സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ്. ഒന്ന് നോക്കണ്ടായേ? ഈ കൂടെ വന്ന 2 പേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ല അപകടം ഉണ്ടായിട്ടുണ്ടോ? നീയാക്കല്ലയോ കാല് ബ്ലേഡ് കയറി എന്ന് പറയുന്നത്? എവിടെ ഒന്ന് കാണിച്ച്. കാല് വാള് കയറിയത് കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് വന്ന 2-3 പേരാ. കൂടെ വന്നവർക്ക് ആരോഗ്യത്തിന് യാതൊരു കുഴപ്പമില്ല. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി, റഷീദ് അട്ടച്ചാൽ. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് ഹോസ്പിറ്റലിന്റെ പേപ്പറാണ്. ജോൺസൺ കെ മാത്യു എന്നും പറഞ്ഞുകൊണ്ടൊരു അഡ്വക്കേറ്റിന്റെ സീല്. അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ തട്ടിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ ഇവിടെ കുറച്ചു നേരം ഇരിക്കാവോ? ഒരു അരമണിക്കൂർ ഇവിടെ ഇരിക്കാവോ? പോലീസ് വരുന്നിടം വരെ എന്നാ ഇവിടെ ഇരി. അപ്പോൾ ഇത് ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് പറയുന്നത്. ഇതേപോലെ ചാരിറ്റി എന്ന് പറഞ്ഞ് തട്ടിപ്പുമായിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. നിരവധി ആൾക്കാർ. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. എൻ്റെ പേര് സുധീഷ്. ഞാൻ ആലപ്പുഴ ജില്ല നൂർനാട് ഉളവുക്കാട് സ്വദേശിയാണ്. എൻ്റെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷം ഒരു 3 വ്യക്തികൾ വന്നു. ഒരു ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചാണ് വന്നത്. കാലിൽ മിഷ്യൻ വാൾ കയറി, ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, നടക്കാനൊന്നും വയ്യ, ചികിത്സിക്കാൻ മാർഗ്ഗമില്ല, പൈസ വേണം, സഹായിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ഇവരുടെ കയ്യിലിരുന്ന പേപ്പറുകൾ വാങ്ങി നോക്കി. ഈ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ഒരു ഒ പി ടിക്കറ്റ് ഇവരുടെ കയ്യിലുണ്ട്. ഇതിൽ റഷീദ് അട്ടച്ചാക്കൽ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. 36 വയസ്സൊന്നും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ വന്ന വ്യക്തിക്ക് 36 വയസ്സൊന്നും അല്ല പ്രായം തോന്നിക്കുന്നത്. ഒരു 40, 45, 50 വയസ്സിനടുത്ത് പ്രായം തോന്നിക്കുന്നുണ്ട്. അതേപോലെ ഒരു അഡ്വക്കേറ്റിൻ്റെ, ഒരു ജോൺസൺ കെ മാത്യു എന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റിൻ്റെ സീലുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ പേപ്പർ. അപ്പോൾ ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് ആകെ പരുങ്ങലാണ്. ഞാൻ മൊബൈൽ എടുത്ത് ഇവരുടെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിലൊരാൾ മുഖം മറച്ചു. അതെന്തിനാണ് മുഖം മറയ്ക്കുന്നതെന്ന് ചോദിച്ചിട്ട് അയാൾ വ്യക്തമായിട്ടൊരു മറുപടി അയക്ക് തരാൻ പറ്റിയില്ല. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പോലീസിനെ വിളിച്ചു. കൺട്രോൾ റൂമിൽ വിളിച്ചപ്പോഴത്തേക്ക് ഈ മുഖം മറച്ച ആൾ ഒരൊറ്റ ഓട്ടം, മറ്റേ 2 പേര് ഇതിൻ്റെ പുറകിന്. അങ്ങനെ ഇവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ഈ പേപ്പർ എൻ്റെ കയ്യിലായി. ഞാൻ ഈ പേപ്പറിൽ ഈ അഡ്വക്കേറ്റിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെ പിരിവിന് വേണ്ടി ആർക്കും അദ്ദേഹം ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലെറ്ററോ കൊടുത്തിട്ടില്ല, ഇത് ഫേക്കാണ്. അതെ, അത് ഫേക്കാണ്, പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. കൺട്രോൾ റൂമിൽ വിളിച്ചത് പ്രകാരം നൂറനാട് SI ബാബുക്കുട്ടൻ എന്ന് പറയുന്ന ആൾ എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം വന്നില്ല. അതാണ് പോലീസിൻ്റെ ഉത്തരവാദിത്തം. നൂറനാട് പോലീസിൻ്റെ ഉത്തരവാദിത്തം അതാണ്. കൺട്രോൾ റൂമിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് അവിടെ വന്നില്ല. ഈ വന്ന വ്യക്തികൾ ഒരുപക്ഷെ ക്രിമിനലുകളാവാം, അല്ലെങ്കിൽ തട്ടിപ്പിന് വേണ്ടി നടക്കുന്നവരാവാം, പിടിച്ചു പറിക്കാൻ വേണ്ടി നടക്കുന്നവരാവാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പകൽ സമയങ്ങളിൽ ഒട്ടുമിക്ക വീടുകളിലും സ്ത്രീകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ഒരു സുരക്ഷിതത്വം ഇല്ല. ഇത് 3 നല്ല ആരോഗ്യമുള്ള 3 ചെറുപ്പക്കാരാണ് ഈ വന്നത്. ഞാൻ ഇവരുടെ പുറകിന് കുറച്ച് ദൂരം ഓടി, പക്ഷേ ഇവരെ പിടിച്ചു നിർത്താനൊന്നും എനിക്ക് സാധിച്ചില്ല. പോലീസ് ഒട്ട് വന്നതുമില്ല അന്വേഷിക്കാൻ വേണ്ടി. 2 തവണ പോലീസിൽ വിളിച്ചിട്ടും വന്നില്ല. നൂർനാട് സ്റ്റേഷനിലെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ടൊട്ട് ഫോൺ നമ്പർ കിട്ടിയതുമില്ല. അപ്പോൾ ഇത് ഒരു അവയർനെസ്സിന് വേണ്ടിയാണ് പറയുന്നത്. ഇതേപോലെ ചാരിറ്റി എന്ന് പറഞ്ഞ് തട്ടിപ്പുമായിട്ട് നിരവധി ആൾക്കാർ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. നിരവധി ആൾക്കാർ. ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്ന ഒരു മേഖലയാണ് ഈ ചാരിറ്റി എന്ന് പറയുന്നത്. പല സ്ഥാപനങ്ങളുടെ പേരുകളിൽ രജിസ്റ്റർ ചെയ്ത നമ്പറുകൾ ഉണ്ടാവാം, അവർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ എല്ലാം കറക്റ്റ് ആവാം. അതിൽ നമ്മൾ വിളിക്കുമ്പോൾ അവിടെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആളുണ്ടാവും. ഇത് ഞങ്ങളുടെ സ്റ്റാഫാണ്, സഹായം അഭ്യർത്ഥിച്ച് വന്നതാണ് എന്നൊക്കെ പറയാൻ ആളുണ്ടാവും. പക്ഷേ ഇതെല്ലാം തട്ടിപ്പാണ്. ഈ വരുന്ന ആൾക്കാർ ശമ്പളം മേടിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഡെയിലി കൂലി, അവരുടെ ഭക്ഷണത്തിനുള്ള ചിലവ്, വണ്ടിക്കൂലി ചിലവൊക്കെ കൊടുത്ത് ഇവരെ പിരിവിന് വേണ്ടി വിടുവാണ്. ഈ പിരിക്കുന്ന പൈസ ഈ പറയുന്ന ചാരിറ്റി സംഘടനകൾ, രജിസ്റ്റേർഡ് ചാരിറ്റി സംഘടനകളുടെ ആൾക്കാർ തട്ടിക്കുകയാണ്. ഇതാണ് ബഹുഭൂരിപക്ഷവും തട്ടിപ്പാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം യഥാർത്ഥ ചാരിറ്റി സംഘടനകൾക്ക് ഫണ്ട് കിട്ടുന്നില്ല. യഥാർത്ഥ ചാരിറ്റി സംഘടനകളുടെ ആൾക്കാരെ നമ്മൾ തെറ്റിദ്ധരിക്കും. അതേപോലെ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന യഥാർത്ഥത്തിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, അവരെ നമ്മൾ തെറ്റിദ്ധരിക്കും. അവർ കള്ളന്മാരാണെന്ന് നമ്മൾ ധരിക്കും. അതാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഇവർ കള്ളന്മാരാണെന്ന് 100% ഉറപ്പാണ്. കള്ളന്മാരല്ലേ തട്ടിപ്പുകാരാണെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവർ ഓടി രക്ഷപ്പെടേണ്ട ആവശ്യമില്ല.